ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വെറും മിനിറ്റുകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അരി എത്രയാണോ എടുത്തത് അതിൻ്റെ പകുതി അളവിലാണ് കേട്ടോ ചോറ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിയിലേക്ക് 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3/4 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഈസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കണം. ഇതുപോലുള്ള ബോട്ടിലൊക്കെ വാങ്ങുകയാണെങ്കിൽ 1 വർഷം വരെയൊക്കെ എക്സ്പയറി ഉള്ള ഈസ്റ്റ് കിട്ടും കേട്ടോ. ചില റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് പൊങ്ങി വരാത്തതൊക്കെ ഈസ്റ്റ് പഴകിയ കാരണമാണ് കേട്ടോ. നല്ല ഫ്രഷ് ഈസ്റ്റ് തന്നെ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് പേരൊക്കെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കേടും നമ്മുടെ വയറിന് കേടാന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് ശരീരത്തിന് ഹാനികരം തന്നെയാണ്. പക്ഷെ അത് ഒരുപാട് അളവിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഹാനികരമായിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ആകെ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും ആഴ്ചയിൽ 1 പ്രാവശ്യം അതല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ 1 പ്രാവശ്യമൊക്കെ നമ്മൾ ഈസ്റ്റ് ചേർത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളൂ. ആ ഒരു 1/2 ടീസ്പൂൺ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് ഈസ്റ്റ് എത്തുന്നുള്ളൂ. അപ്പോൾ അത് അത്ര ഹാനികരമൊന്നുമല്ല. അപ്പോൾ അത് പേടിച്ചിരിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഒരുപാട് കമൻറ്റ് വരാറുണ്ട് ഈസ്റ്റ് ഭയങ്കര കേടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് തിളച്ച വെള്ളം ആവശ്യമില്ല. ചെറിയ രീതിയിൽ ചൂടുള്ള വെള്ളം ഇതിലേക്കൊരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ തന്നെ മതിയാവും കേട്ടോ. നല്ല തണുപ്പുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ വെക്കേണ്ടി വരും. പക്ഷെ ഒരുപാട് സമയമൊന്നും വെക്കേണ്ടതില്ല. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ തന്നെ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒരുപാട് പൊങ്ങിയൊന്നും വന്നിട്ടില്ലെങ്കിലും ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടച്ചു വെച്ചിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ കുഴിയപ്പച്ചട്ടിയിലാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കുഴിയപ്പച്ചട്ടി ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ നമുക്കിതിലേക്ക് ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ നമുക്കൊരല്പം ഓയിൽ തടവി കൊടുക്കേണ്ടി വരും കേട്ടോ. എന്നാലും ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, എല്ലാ ഹോളിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് വേവിക്കണം കേട്ടോ. എന്നാലേ നല്ല അടിഭാഗമൊന്നും കരിയാതെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 15 മിനിറ്റോളം ഞാനിവിടെ അടച്ചു വെച്ചിരുന്നു. ഇതിപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്കിനി ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ചുട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഉൾഭാഗമൊക്കെ ഇതുപോലെ ആരെടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏത് കറിയുടെ കൂടെയും നമുക്കിത് സെർവ് ചെയ്യാൻ. ചിക്കൻ കറിയുടെ കൂടെയോ അതല്ലെങ്കിൽ ഏത് നോൺ വെജ് കറീസിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമയുടെ കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതുപോലുള്ള ഈസി ആൻഡ് വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്